ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഗായ്സ്, ഞാൻ കൊച്ചിയിലോട്ട് പോകാൻ പോവുകയാണ് 31st. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലഗേജ് പാക്ക് ചെയ്യാം നമുക്ക്. ഞാനൊരു 2 years ആയിട്ട് കൊച്ചിയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ 2 months ബിഫോറാണ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിലോട്ട് വന്നത്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 1 year ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 months ഞാൻ ബ്രേക്ക് എടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എൻ്റെ കുറച്ച് ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാനും കുറച്ച് സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ജോലി എന്ന് പറഞ്ഞാൽ അതേ സ്ട്രെസ്സാണല്ലോ. അപ്പോൾ എൻ്റെ ടൈം എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 2 months ബ്രേക്ക് എടുക്കുന്നത്, 2 or 3 months ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 months ഇപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത് വന്നിട്ടൊരു 2 months ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ജോലിയിലോട്ട് റീജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് വേറെ എവിടെയെങ്കിലും നോക്കാം, ഒന്നെങ്കിൽ തിരുവനന്തപുരത്തോ അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് കയറാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് തന്നെ മകളെ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ റീജോയിൻ ചെയ്യുന്നതായിരിക്കുമല്ലോ ബെറ്റർ. കാരണം വെച്ചാൽ എനിക്ക് ഓൾറെഡി അവിടുത്തെ എല്ലാവരെയും അറിയാം. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണല്ലോ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, അങ്ങോട്ട് തന്നെ പോയി റീജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത സെയിം കമ്പനിയിലോട്ടാണ് ഞാൻ വീണ്ടും പോകാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ നെർവസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാവരെയും എനിക്ക് അറിയാം, അവർക്കും എന്നെ അറിയാം. അപ്പം ഞാൻ നെർവസ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ വരുമോ, നമുക്കൊന്നിച്ച് ലഗേജ് പാക്ക് ചെയ്യാം. ഗൈസ്, എൻ്റെ പെട്ടി നീല കളർ പെട്ടി കണ്ടോ, സഫാരിയുടെ നീല കളർ പെട്ടി. ഞാൻ കുറച്ച് സാധനമേ കൊണ്ടുപോകുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ കുഞ്ഞി പെട്ടി എടുത്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം അവിടെ ഡ്യൂട്ടി ടൈമിൽ എപ്പോഴും യൂണിഫോം തന്നെയായിരിക്കും. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മളങ്ങനെ വലുതായിട്ട് എവിടെയും പോകാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സസൊക്കെ മതി. പിന്നെ റൂമിലിടാനുള്ള ഡ്രസ്സ് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സാധനമേ കൊണ്ടുപോകുന്നുള്ളൂ. എല്ലാം കൂടെ ചുമന്ന് കെട്ടിക്കൊണ്ടോ എന്നെ കൊണ്ട് വയ്യ. അത്യാവശ്യം വേണമെന്ന് ബെഡ്ഷീറ്റൊക്കെ തന്നെ ഞാൻ ആദ്യം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ രാത്രി എല്ലാ ദിവസവും ചായ കുടിക്കാൻ പോകും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. റൂമിലിടാനുള്ള ഷോർട്ട്സും ടീഷർട്ട്സും ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ മറക്കാണ്ട് യൂണിഫോമും ആയിട്ടുള്ള പാൻറ്റും കോട്ടും ഒക്കെ എടുത്ത് വെച്ചു. ഷർട്ട് അവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ട്രോളിയും ഒരു ബാക്ക് പാക്കും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അത്യാവശ്യം ഡ്രസ്സ് വെച്ചപ്പോൾ തന്നെ എൻ്റെ പെട്ടി നിറഞ്ഞു. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എക്സ്ട്രാ ബാഗ് എടുക്കേണ്ടി വരും. അങ്ങനെ ലാസ്റ്റ് എൻ്റെ തുണിയെല്ലാം ഞാൻ അതിനകത്ത് അടുക്കി പറക്കി വെച്ചു. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച ബാക്കിയുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ കൂടെ എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി വെക്കാം. അങ്ങനെ അത്യാവശ്യം വേണ്ട ബ്രഷും പേസ്റ്റും ഷോക്സും ഒക്കെ എടുത്ത് വെച്ചു. എല്ലാം വെച്ച് വന്നപ്പോൾ എൻ്റെ ഷൂ ഒന്നും വെക്കാൻ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അത് വേറെ വല്ല ബാഗിലും എടുത്ത് വെക്കാം. എന്നിട്ട് ആ ബാഗും കൂടെ ചുമന്ന് കെട്ടിക്കൊണ്ട് പോകാമെന്ന്, അല്ലാണ്ട് വേറെ വഴിയില്ല. ഷവർ ജെല്ലും ഹെയർ ഓയിലും പിന്നെ പർപ്പിളിൽ നിന്ന് ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ. അതും പിന്നെ ഫേസ് മാസ്കും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മറക്കാതെ വെക്കണം. അതൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഈ ലഗേജ് പാക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ 4 ദിവസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകണമല്ലോ, പണിയെടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ലഗേജ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. 2 മാസം വീട്ടിൽ നിന്നിട്ട് പോകുന്നതുകൊണ്ട് ആദ്യമൊക്കെ മടിയായിരിക്കും. പക്ഷെ ഒരു 2 weeks ഒക്കെ കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ഈ ട്രോളിയിൽ എന്തായാലും എൻ്റെ സാധനങ്ങൾ വെക്കാൻ തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ബാഗ് എടുത്തിട്ട് വീണ്ടും സാധനങ്ങൾ പാക്ക് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.